LDFിലെ പൊട്ടിത്തെറി മുഖ്യകക്ഷിയായ CPMന് പ്രതീക്ഷിച്ചതിലുമധികം തലവേദന ആവുകയാണ്. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരുമായി കൈകോർക്കാൻ CPM തീരുമാനിച്ചത് LDFിലെ രണ്ടാമത്തെ വലിയ ഘടക കക്ഷിയായ CPIയെ പോർമുഖത്ത് എത്തിച്ചിരിക്കുന്നു. CPI എതിർപ്പ് താങ്ങാനാവുന്നതിലും അധികമാകും എന്ന് CPMന് നല്ല ബോധ്യമുണ്ടെങ്കിലും സ്വന്തം നിലപാടിൽ നിന്ന് വ്യതിചലിക്കാൻ പാർട്ടിക്ക് ഇനി കഴിയില്ല എന്ന അവസ്ഥയിലുമായിരിക്കുന്നു. തലവേദന ആയിരിക്കുന്ന CPI എതിർപ്പിനെ എങ്ങനെ ഫലവത്തായി നേരിടുമെന്ന് CPMലെ മുതിർന്ന നേതാക്കൾക്ക് പോലും ധാരണയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. CPIയെ അനുനയിപ്പിച്ച് വരുതിയിലാക്കുക എന്ന തന്ത്രം മാത്രമാണ് ഇപ്പോൾ CPMന് മുന്നിലുള്ളത്. പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ PM ശ്രീ സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ തീരുമാനിച്ചതോടെ CPM മുമ്പ് മുറുകെ പിടിച്ചിരുന്ന എതിർപ്പ് നയങ്ങൾ എല്ലാം വെള്ളത്തിലായിരിക്കുകയാണ്. PM ശ്രീയിലൂടെ ലഭ്യമാകുന്ന കേന്ദ്ര സഹായം കൈവിടാൻ സാധിക്കാത്ത അവസ്ഥയിലേക്കാണ് CPM തള്ളപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പദ്ധതി ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കാനുള്ള തീരുമാനത്തിലെത്തി കേന്ദ്രവുമായി ധാരണയിലെത്തിയതും. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ വർഗീയതയും വാണിജ്യവൽക്കരണവും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന മുദ്രാവാക്യവുമായി ഇടതുപക്ഷം പദ്ധതിയെ തുടക്കം മുതൽ എതിർത്തിരുന്നു. CPMനൊപ്പം CPIയും ഒറ്റക്കെട്ടായി നിന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെ എതിർത്തതും. എന്നാൽ പെട്ടെന്നൊരു ദിവസം CPIയുടെ അറിവോ സമ്മതമോ കൂടാതെ ചർച്ച പോലും ചെയ്യാതെ കേന്ദ്ര നയം നമ്മുടെ നയമെന്ന രീതിയിൽ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഘടകകക്ഷിയായ CPIക്ക് സ്വാഭാവികമായും എതിർപ്പും ആശങ്കയും ഉണ്ടാകും. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതും. ഇനിയിപ്പോൾ ധാരണാപത്രം ഒപ്പുവച്ച സ്ഥിതിക്ക് PM ശ്രീ സ്കൂളുകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരും. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള 14,500 സ്കൂളുകളെ ഇത് പ്രകാരം നവീകരിച്ച് കേന്ദ്ര തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായും വരും. ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായതോടുകൂടി സർക്കാരിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന CPI രോഷാകുലരാണ്. പാർട്ടി അധ്യക്ഷൻ ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനകൾ ആ രോഷം പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും CPI അല്ലേ, നമ്മുടെ പാർട്ടി ബന്ധുക്കളല്ലേ, അവരെ അനുനയിപ്പിക്കാൻ അധികം പണിപ്പെടേണ്ടി വരില്ല എന്ന വിശ്വാസത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറിയും വിദ്യാഭ്യാസ മന്ത്രിയും. അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങിയിട്ടുമുണ്ട്. അനുനയ നീക്കം സജീവമാക്കി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നേരിട്ടെത്തി CPI നേതൃത്വവുമായി ചർച്ച നടത്തുന്നുണ്ട്. CPIയുടെ രോക്ഷം സവിശേഷമായും വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ആണെന്ന ബോധ്യത്തിലാണ് CPM മന്ത്രി ശിവൻകുട്ടിയെ തന്നെ ഇറക്കി അനുനയ നീക്കം ശക്തമാക്കിയിട്ടുള്ളത്. മൂന്നാം തവണയും ഭരണത്തിലെത്താനായി LDF പരിശ്രമിക്കുന്നതിനിടെ ഇടത്തി പോലെ വന്ന് പതിച്ചിരിക്കുകയാണ് ഈ PM ശ്രീ വിവാദം. എന്നാൽ കേന്ദ്ര ഫണ്ട് വേണ്ടെന്ന് വെക്കാൻ കഴിയുന്നുമില്ല. പാർട്ടി നയത്തിൽ ഇതിനുവേണ്ടി ഒരിത്തിരി വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല എന്ന മട്ടിലാണ് CPMലെ ചിന്തയും പ്രവൃത്തിയും. പക്ഷെ അതൊന്നും തങ്ങൾക്ക് സ്വീകാര്യമാവില്ല എന്ന് തീർത്തും പറയുകയാണ് CPI. ഫണ്ടിന് വേണ്ടി നയം മാറ്റാനാകില്ല എന്ന് CPI ശക്തമായി വാദിക്കുന്നു. ഏതു പ്രശ്നവും ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന CPM വിശ്വാസം അവിടെ അടിതെറ്റുകയാണ്. അനുനയ ശ്രമങ്ങൾ എത്രത്തോളം ഫലവത്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മൂന്നാം പിണറായി മന്ത്രിസഭ എന്ന ലക്ഷ്യം സ്വപ്നത്തിൽ ഒതുങ്ങാൻ ഈ വിവാദം കാരണമാകുമോ? ഇതിനിടെ BJP പാളയത്തിലിരുന്ന് സംസ്ഥാന നേതാക്കൾ ഗൂഢമായി ചിരിക്കുന്നു. തങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന കേന്ദ്രം പറയുന്നത് പോലെ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അനുസരിക്കുന്നു എന്നത് BJPക്ക് ചെറിയ സന്തോഷമൊന്നുമല്ല നൽകുന്നത്. മൂന്നാം പിണറായി മന്ത്രിസഭ വരാൻ അനുവദിക്കില്ല എന്ന് ശഠിക്കുന്ന കോൺഗ്രസും UDFും വീണു കിട്ടിയ അവസരം മുതലാക്കാനുള്ള ഒരുക്കത്തിലാണ്. പക്ഷേ PM ശ്രീ കേരളത്തിൽ വേണ്ട എന്ന് വാദിക്കുന്ന കോൺഗ്രസ് തങ്ങൾ ഭരിക്കുന്ന ഇതര സംസ്ഥാനങ്ങളിൽ അത് സ്വീകരിച്ച് നടപ്പാക്കുന്നു എന്ന കാര്യം മറന്നാണ് ഇവിടെ സമരമുഖം തുറക്കുന്നത്. തിരിച്ചടി ഏതു വഴിക്ക് വരുമെന്ന് കോൺഗ്രസിന് നിശ്ചയമില്ല. എങ്കിലും LDFനെ അടിക്കാൻ കിട്ടിയ വടി പരമാവധി ഉപയോഗിക്കാനാണ് VD സതീശനും കൂട്ടരും ഒരുങ്ങുന്നത്. എന്തായാലും CPMന് CPI പിണക്കം മാറ്റാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും. അതൊക്കെ എത്രത്തോളം ഫലവത്താകും എന്ന് ആർക്കും നിശ്ചയമില്ല തന്നെ.